Assalamu alaikum. Hi my dear friend, welcome back to Shanofa Word. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട മാനസിക അവസ്ഥയും അതിൻ്റെ ചില സ്വഭാവത്തെക്കുറിച്ചുമാണ്. മൂന്നാമത്തെ എപ്പിസോഡാണ് ഗിൽറ്റ്. ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം, അതായത് നമ്മുടെ മനസ്സിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു കാര്യങ്ങൾ. We are living in the past incident happened before 10 months or 10 years. 10 വർഷം അല്ലെങ്കിൽ 10 മാസങ്ങൾക്ക് മുമ്പ് ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യത്തെ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുക, അതിൽ നിന്ന് എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ ആകുന്നില്ല. എന്നാൽ എനിക്കങ്ങനെ സംഭവിച്ചല്ലോ, എന്നാൽ എനിക്കത് കിട്ടിയില്ലല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നാം സ്റ്റക്കാണ്. ഇതാണ് കുറ്റബോധം. അത് പോസിറ്റീവായാൽ പ്രശ്നമല്ല. അതായത് എനിക്കന്ന് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ തിരിച്ചറിയുന്നു, അതോടൊപ്പം ഞാൻ അതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ സ്റ്റക്കല്ല, ഇവിടെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എൻ്റെ വഴിയിലൂടെ. മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് പാഠം ലഭിച്ചു. ഞാൻ ഒരുപാട് മുമ്പോട്ടെത്തി കഴിഞ്ഞു. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. കുറ്റബോധത്തിൻ്റെ കൂടെ ഇയാൾ പരാജയപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു തവണ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് കാലാകാലം അങ്ങനെ തന്നെ ഇരിക്കണോ? കുട്ടികൾ നടക്കുന്ന സമയത്ത് എത്ര തവണ വീണ് പോയിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊരു പാഠമാണ് അല്ലേ? ഈ വീഴ്ചയിൽ നമുക്ക് തീർച്ചയായും ഒരു പാഠമുണ്ട്. ഒരു പാഠം ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകാനാണ്, ഇതിൽ നിന്ന് മറികടക്കാനാണ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഫോർഗിവ്നെസ്. അതായത് ഫോർഗിവ് സെൽഫ്, learn a lesson, go ahead. നമുക്ക് പറ്റിയ അബദ്ധം എനിക്ക് തന്നെ ഫോർഗിവ് ചെയ്യണം, പൊരുത്തപ്പെടണം. അതായത് ഈ സെൽഫ് ഫോർഗിവ്നെസ് ഇല്ലാത്തത് കൊണ്ട് കുറേ പേർ ഫാസ്റ്റിലാണ് ജീവിക്കുന്നത്. Now you go ahead, you have a growth experience. ഇനി ആ ഒരു തെറ്റ് ഞാൻ ആവർത്തിക്കൂല, കാരണം അതിൽ നിന്നുള്ള പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. I forgive all the mistake I made in a past. അപ്പോൾ ഈ രീതിയിൽ സെൽഫായിട്ടുള്ള ഫോർഗിവ് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ സ്മരണയിൽ ജീവിതം കംപ്ലീറ്റ് തീജോലയിൽ അങ്ങനെ ആയല്ലോ എന്ന് ചില ആൾക്കാരുണ്ട്, നമ്മൾ അങ്ങനെ ആക്കാറുണ്ട് എന്നുള്ള, അതായത് അന്ന് നീ അങ്ങനെ ചെയ്തതായില്ല, 10 വർഷത്തേക്കും മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അന്ന് നിൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ, അതുകൊണ്ടാണ് അന്നൊരു കുട്ടി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയത്. അത് ബോധപൂർവം ചെയ്തതല്ലല്ലോ. അതിൻ്റെ പേരിൽ ഡ്രൈവിംഗ് തന്നെ ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹൈറ്റിൽ കയറിയ സമയത്ത് ഒരു തവണ വീണു, അന്ന് ശ്രദ്ധിച്ചില്ല, അപ്പുറത്തൊരു കൊമ്പുണ്ടായിരുന്നു, അത് വളരെ ഓൾഡായിരുന്നു, ഉണങ്ങിപ്പോയ കൊമ്പ് കണ്ടില്ല. അങ്ങനെ പറഞ്ഞ് എന്നേക്കും മരത്തിൻ്റെ മുകളിലേക്ക് തീരെ കയറാതിരിക്കുക. അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുകയാണ് വേണ്ടത്. കയറുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചു. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഈ ഗിൽറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഫാസ്റ്റിൻ്റെ വാതിൽ എന്നേക്കുമായി അടച്ചു പൂട്ടി അത് തകർത്ത് തരിപ്പണമാക്കി അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുക. അതിൽ നിന്നു ലഭിച്ച പാഠങ്ങളോട് മുമ്പോട്ട് പോവുക. അങ്ങനെ ജീവിതത്തെ ഉന്നത വിജയ വഴികളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.